നാട്ടിക SN കോളേജ് NSS വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ രാമകുളം നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. വാർഡ് മെമ്പർ സുരേഷ് ഇയാനിയുടെ അധ്യക്ഷതയിൽ കൂടിയ ഉദ്ഘാടന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. രാമകുളം നവീകരണ സമിതി സെക്രട്ടറി CK സുഹാസ് സ്വാഗതവും ആബിദ വിക്രം സിംഗ് നന്ദിയും പറഞ്ഞു. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു, SN കോളേജ് പ്രിൻസിപ്പൽ സുബിൻ, ജയ ടീച്ചർ, NSS വളണ്ടിയർ ശില്പ AB എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. മഹത്തരമായിട്ടുള്ള ഒരു കരുതലാണ്. അത് 10 or 20 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോഴും ഞങ്ങൾ കൂടി പങ്കെടുത്ത ഒരു വെള്ളത്തിൻ്റെ ജനങ്ങൾ കുടിക്കാൻ ആവശ്യമായ വെള്ളത്തിൻ്റെ സ്രോതസ്സും, ഒപ്പം തന്നെ റിട്ടയാർ ദേവ സംഗമത്തിൻ്റെ രാജാവായിട്ടുള്ള ശ്രീരാമൻ്റെ പ്രധാനപ്പെട്ട ആറാട്ടുകണ്ട്. ഇവിടെ ഒരു 7000 പേർക്ക് അന്നദാനം കൊടുക്കുന്നു. അന്ന് ഭക്ഷണം കൊടുക്കല്ലേ, 7000 പേർക്ക് കൊടുക്കണം. വരുന്ന എല്ലാവർക്കും കൊടുക്കുകയാണ് ഭക്ഷണം. ഒപ്പം തന്നെ 10,000-കണക്കിന് ആളുകൾ യാതൊരു പ്രശ്നങ്ങളും കുടുംബടക്കം വന്നിട്ട് ഇവിടുത്തെ ഈ വെള്ളത്തിൽ തൊട്ട് ആറാട്ട് കഴിഞ്ഞാൽ വെള്ളം എടുത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തെളിച്ചവരെ വിശ്വാസങ്ങൾ മുഴുവനും ഒന്നും കൂടി അടുത്ത കൊല്ലത്തിന് ഊട്ടി ഉറപ്പിച്ച് മനസ്സ് നന്നാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളുടെ മുദ്രാവാക്യം പോലെ തന്നെ മനസ്സ് നന്നാവട്ടെ എന്ന്. മനസ്സ് നന്നായാലാണല്ലോ നമുക്ക് എല്ലാം നന്നാവുള്ളൂ, പ്രകൃതി നന്നാവുള്ളൂ. അല്ലെങ്കിൽ അതൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എന്തായാലും നിങ്ങളുടെ വലിയ സേവനം ഇതിന് നൽകിയ ഈ കുടിവെള്ളം ഒപ്പം തന്നെ ആറാട്ടും വളരെ ഗംഭീരമാവും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ ജനങ്ങളുടെയും, നാട്ടിക പഞ്ചായത്തിലെ ഈ ആറാട്ട് കാണാൻ വരുന്ന എല്ലാ ജനങ്ങളുടെയും ദേവസ്വത്തിൻ്റെയും പഞ്ചായത്തിൻ്റെയും ഒക്കെ അകമഴിഞ്ഞ നന്ദി നിങ്ങളോട് വളരെ നല്ല രീതിയിൽ രേഖപ്പെടുത്തിക്കൊണ്ട്, ഹൃദയപൂർവ്വം ചേർത്ത് നിങ്ങളെ നിർത്തിക്കൊണ്ട് ഈ പരിപാടി ഔപചാരികമായിട്ട് എല്ലാവർക്കും വേണ്ടി ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരു കുളമാണ് രാമൻകുളം. അതുകൊണ്ട് തന്നെ നാട്ടിക ഗ്രാമപഞ്ചായത്ത് നമ്മളധികാരത്തിൽ കയറിയതിന് ശേഷം ഈ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കുകയും അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ വളരെ നല്ല രീതിയിലുള്ള ഇവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. അതിന് ശേഷമാണ് കഴിഞ്ഞ പ്രാവശ്യം ആറാട്ട് ഇവിടെ നടന്നത്. ഇനി 2ാമത്തെ വർഷമാണ് നടക്കുന്നത്. പൂരം കാര്യങ്ങളൊക്കെ എന്തായാലും നല്ല രീതിയിൽ തന്നെ നടത്തണമെന്നാണ് നമ്മളുടെ ആഗ്രഹം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചായത്ത് ഏറ്റെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൻ്റെ ഭരണസമിതിക്ക് അതിൻ്റേതായ ഒരു രീതിയുണ്ട്. അപ്പോൾ അത്തരത്തിൽ നല്ല രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ് പഞ്ചായത്ത് ഇത് ഏറ്റെടുത്തിട്ടുള്ളത്. എന്തായാലും NSSൻ്റെ കുട്ടികൾ എന്തായാലും വന്നിരിക്കുകയാണ് ഇവിടെ ക്ലീനിങ് ചെയ്യാനായിട്ട്. നാളെ ടീച്ചർ പറഞ്ഞു നല്ല രീതിയിൽ കുട്ടികളുടെ പ്രാതിനിധ്യമൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. എന്തായാലും നല്ല രീതിയിൽ തന്നെ ഇവിടെ ക്ലീനിങ് നടന്ന് നമുക്ക് ഇവിടുത്തെ പൂരം വളരെ ഗംഭീരമാക്കണം. മകീരത്തിന് പുറപ്പെട്ട് ഇവിടെ 3ാമത്തെ ദിവസം ഇവിടെ ആറാട്ട് നടക്കാറ്. ഒരു വലിയൊരു പരിപാടിയാണ് ഇവിടെ നടക്കാറ്. ഈ കുളത്തിലാണ് ഒരു വന്ന് ആറാടാറ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷം നമ്മൾ ഈ പഞ്ചായത്ത് ഏറ്റെടുത്തു. 2ാമത്തെ വർഷമാണ്. ഈ വർഷത്തിൽ പറഞ്ഞ പോലെ ആദ്യത്തെ ക്ലീനിങ് പരിപാടി നിങ്ങളാണ് ചെയ്യുന്നത്. വളരെ സന്തോഷമുണ്ട്. ഞാൻ ഈ വാർഡിലെ മെമ്പറാണ്, അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. ആദ്യമായിട്ട് നിങ്ങളോട് നന്ദി കൂടെ പറയാണ്. ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ അത് പ്രത്യേകത കൂടി ചെയ്യുന്നുണ്ട്. എല്ലാ പ്രാവശ്യവും നടക്കുന്നതാണ്. ഞാൻ മനസ്സിലാക്കിയത് എല്ലാ പ്രാവശ്യവും ഇവിടെ ക്ലീൻ ചെയ്യാറുണ്ട്. പക്ഷേ ഏതാനും 1-2 മാസങ്ങൾ കൊണ്ട് വീണ്ടും ഈ ഒരു സ്ഥിതിയിലേക്ക് എത്തുന്ന ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ടുള്ളൊരു സെറ്റപ്പിലേക്ക് നമ്മൾ പോകണം എന്നാണ്. ഇതൊക്കെ ഒരു ടെമ്പററി ആയിട്ട് നമുക്ക് ചെയ്യാം. അത് ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയാണ്. പഞ്ചായത്തും അതിൻ്റെ എന്താണ് പറയുന്നത്, നമ്മുടെ സർക്കാരും ഒക്കെ മുൻകൈ എടുത്തിട്ട്
തീർച്ചയായിട്ടും ഇത് നല്ല രീതിയിൽ ഒരു പെർമനൻസ് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണം. ഞങ്ങൾ NSSലെ കുട്ടികൾ ഇങ്ങനെ വന്നിട്ട് ഇവിടെ രാമൻകുളം വൃത്തിയാക്കുക എന്നുള്ളത് സാറ് പറഞ്ഞ പോലെ വളരെ നല്ലൊരു പ്രവൃത്തിയാണ്. ഇന്നുകൊണ്ടോ നാളെ കൊണ്ടോ ചിലപ്പോൾ തീർന്നു എന്ന് വരില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ മെമ്പർ സുരേഷ് ചേട്ടനോടും പഞ്ചായത്ത് പ്രസിഡന്റിനോടൊക്കെ ആലോചിച്ച് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളും നമുക്ക് ഇവിടെ നമ്മുടെ സേവനം കൊടുക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഇത് നല്ലൊരു സ്ഥലമാക്കി എല്ലാവർക്കും ഒരു അഭിമാനിക്കത്തക്ക ഒരു വർക്കാക്കി നമുക്ക് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അത് വളരെ നല്ലതായിരിക്കും. നിങ്ങൾക്കതിന് കഴിയട്ടെ. നമ്മുടെ എല്ലാ സഹായവും സംഘടനത്തിൻ്റെ എല്ലാ സഹായവും പ്രിൻസിപ്പലിൻ്റെ അനുവാദത്തോടുകൂടി ഞങ്ങൾ പഞ്ചായത്തിന് വാഗ്ദാനം ചെയ്യും. ഇവിടെ ക്ലീൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ ആറാട്ടിൻ്റെ അതൊന്നും അറിയണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇത്രയും വലിയൊരു വർക്കാണ് നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാ NSS വോളണ്ടിയേഴ്സും ഞങ്ങളുടെ മാക്സിമം ചെയ്യുമെന്ന് പറയുന്നു. താങ്ക് യു.